പ്രാവശ്യം എന്ത് പറഞ്ഞു? ഞാൻ ആ കൊച്ചുങ്ങളുടെ അച്ഛൻ്റെ കാര്യം പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ കാര്യമല്ല പറഞ്ഞത്. മനസ്സിലായി. അപ്പൊ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ രേണു ഒന്നും ചെയ്യുന്നതല്ല പറയുന്നത്. ചിലപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു ഇതൊരു ഷീൽഡായിട്ട് യൂസ് ചെയ്യുന്നു. മനസ്സിലായോ? ഇപ്പോൾ ഒരു ഫോർ ആൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫോർ ആൻ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഞാനൊരു ഫോർ ആൻ എക്സാമ്പിൾ എനിക്ക് എന്തെങ്കിലും ഫിസിക്കലി പ്രശ്നമുള്ളതാണ്, എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. ഞാൻ പറയാം എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതല്ലേ നിങ്ങൾ ഈ പറയുന്നത് എന്നൊരു അപ്പൊ ഞാൻ ചോദിക്കുന്നത് അത് തന്നെ. അപ്പൊ പിന്നെ കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അതൊരു ഗെയിം പ്ലാൻ ആണെങ്കിൽ കുഴപ്പമില്ല, അതൊരു പ്രശ്നമില്ല. രേണുവിന്റെ ഗെയിം പ്ലാൻ ആണെങ്കിൽ കംപ്ലീറ്റ് പക്ഷേ രേണു ഇപ്പൊ അത് പറഞ്ഞിട്ട് ഗെയിം പ്ലാൻ കിട്ടുന്നുണ്ടല്ലോ, അത് തന്നെ. അപ്പൊ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരുടെ ഗെയിം പ്ലാൻ ആണ് അത് പറയുന്നത്. അതേ ഉള്ളൂ, അതിന് പ്രശ്നമുണ്ട്. ഇതിലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് രണ്ട് സൈഡിലും പ്രശ്നത്തിന്റെ അല്ല ഇതിൽ. പക്ഷെ രണ്ട് സൈഡിലും പ്രശ്നങ്ങൾ എടുത്തിട്ട് ഇതിൽ ആര് പറഞ്ഞ് വിജയിക്കുന്നു എന്നുള്ളതിലാണ് ഇന്നത്തെ കാര്യം. യു ക്യാൻ ബി ലൈക്ക് ഞാനിപ്പോ ഈ കാർഡാണ്